ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് HSA മാത്തമാറ്റിക്സിൽ മൊഡ്യൂൾ 6 സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 23ാമത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ചെയ്ത എല്ലാ വീഡിയോസും ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. അതേപോലെ എൻ്റെ സ്ക്രീനിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് പ്രോബബിലിറ്റിയുടെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. പ്രോബബിലിറ്റിയുടെ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി കുറച്ച് നോക്കാം. ഓക്കെ, നമ്മളിന്ന് തുടങ്ങുന്നത് അൾജിബ്ര ഓഫ് ഇവൻ്റ് എന്നാണ്. ഒരു ഇവൻറ്റിൻ്റെ അൾജിബ്ര, അതായത് ഇവൻ്റ് എ ഓർ ബി. എ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ അല്ലെങ്കിൽ ബി എന്നാണ്. അല്ലെങ്കിൽ എന്ന് വരുന്നത് യൂണിയൻ ആണ്. ഓക്കെ, ദെൻ എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർസെക്ഷനും സംഗമം. ഓക്കെ, എയും ബിയും, എ അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ വരും. എയും ബിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വരും, ഇന്റർസെക്ഷനും വരും. പിന്നെ എ വ്യത്യാസം ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൈനസ് ബി. ഇത് നമ്മൾ സെറ്റിൻ്റെ ഇത് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞാണ്. അപ്പോൾ എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി, എ അല്ലെങ്കിൽ ബി, എയും ബിയും, എ സംഗമം ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ആണ് വരുന്നത്. അതേപോലെ എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വ്യത്യാസം ബി എന്നും വരും. ഇനി ഒരു സമചതുരക്കട്ട എറിയുന്ന പരീക്ഷണം പരിഗണിക്കുക. എ എന്നത് സമചതുരക്കട്ടയുടെ മുഖത്ത് ഒരു അഭാജ്യ സംഖ്യ പ്രൈം നമ്പർ കിട്ടുന്ന സംഭവം, ബി എന്നത് സമചതുരക്കട്ടയുടെ മുഖത്ത് ഒറ്റ സംഖ്യ ഓഡ് നമ്പർ കിട്ടുന്ന സംഭവമാണ് എങ്കിൽ എ അല്ലെങ്കിൽ ബി, എ ഓർ ബി, എ സംഗമം ബി, എ ആൻഡ് ബി, എ വ്യത്യാസം ബി, എ ബട്ട് നോട്ട് ബി എ ലഭിക്കുന്നില്ല. ഈ 4 നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു സമചതുരക്കട്ട ഡൈ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, നമ്മൾ ഈ ലുഡോ ഒക്കെ കളിക്കുന്ന അല്ലെങ്കിൽ പാമ്പും കോളിയും കളിക്കുന്ന ആ സാധനം. അതിൻ്റെ മുകളിൽ അതിൻ്റെ ഫേസിൽ നമുക്ക് 6 ഔട്ട്കംസ് ആണ് ഉണ്ടാവുക. 1 2 3 4 5 6 വരെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എ എന്ന് പറയുന്നത് സമചതുരക്കട്ടയുടെ മുഖത്ത് ഒരു അഭാജ്യ സംഖ്യ പ്രൈം നമ്പർ കിട്ടുന്നതാണ്. ഓക്കെ, ബി എന്ന് പറയുന്നത് ഒറ്റ സംഖ്യ. പ്രൈം നമ്പർ എന്താണ്, ഒറ്റ സംഖ്യ എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം. പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിന് 2 ഫാക്ടറേ ഉണ്ടാവുള്ളൂ. ഒന്ന് ആ നമ്പർ തന്നെ ആയിരിക്കും, പിന്നെ 1 എന്ന് പറയുന്ന നമ്പർ ആയിരിക്കും അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഇങ്ങനെ വരുന്ന നമ്പറുകളെയാണ് നമ്മൾ പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ സാമ്പിൾ സ്പേസ് നോക്കാം. ഇവിടുത്തെ ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 1 2 3 4 5 6 ആണ്. ഇനി ഇതിൽ നിന്ന് എ എന്ന് പറയുന്നത്, എ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈം നമ്പേഴ്സ്, ഇതിൽ ഏതൊക്കെയാണ് പ്രൈം നമ്പർ വരുന്നത്? 2 3 5. ഇതാണ് ഇതിലെ പ്രൈം നമ്പേഴ്സ് വരുന്നത്, അല്ലേ? അതായത് 2നെയും 3നെയും 5നെയും നമുക്ക് 2 ഫാക്ടർ മാത്രമായിട്ട് എഴുതാൻ പറ്റുള്ളൂ, അല്ലേ? ഇനി ഒറ്റ സംഖ്യകൾ വരുന്നത് ഏതൊക്കെയാ? 1 3 5. ഓക്കെ, ഇനി നമുക്കിതിൽ ഓരോ ഓപ്ഷൻസുകളായിട്ട് നോക്കാം കേട്ടോ. എ ബിയും സെറ്റ് ആയല്ലോ. ഇനി ഫസ്റ്റ് എ അല്ലെങ്കിൽ ബി, എ ഓർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ യൂണിയൻ ബി എന്നാണ്. ഇതിൽ 2 ആളുകൾ വേണം. അപ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. 1 2 3 5. ഓക്കെ, എയോ അല്ലെങ്കിൽ ബിയോ, അപ്പോൾ ഓഡ് നമ്പറോ ആവാം അല്ലെങ്കിൽ ഈവൺ നമ്പറോ പ്രൈം നമ്പറോ ആവാം. ഓക്കെ, അപ്പോൾ 1 2 3 5. ദെൻ എ സംഗമം ബി അല്ലെങ്കിൽ എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി എന്നാണ്. ഇതിൽ എ ഇന്റർസെക്ഷൻ ബിയിൽ വരുന്നത് ഏതൊക്കെയാ? 3ഉം 5ഉം. ഇനി എ ബട്ട് നോട്ട് ബി, എ സംഭവിക്കണം പക്ഷെ ബി ആവാൻ പാടില്ല. അതായത് പ്രൈം നമ്പർ ആവണം പക്ഷെ ഓഡ് നമ്പർ ആവാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ പ്രൈം നമ്പറിലുള്ള 3 5ഉം ബിയിലുള്ള 3 5നെ അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി? ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ആരേ ഉണ്ടാവുള്ളൂ? 2 ഉണ്ടാവുള്ളൂ. അതാണ് എ മൈനസ് ബി. പ്രൈം നമ്പർ ആവണം പക്ഷെ ബി ആവാൻ പാടില്ല. ബി എന്താ? ഓഡ് നമ്പർ അല്ലേ? ഓഡ് നമ്പർ ആവാൻ പാടില്ല. ഓക്കെ, ഇനി എ ലഭിക്കുന്നില്ല. എ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് എ അഥവാ എ കോംപ്ലിമെന്റ്, എയിലില്ലാത്ത എല്ലാവരും പെടും. എസ് എന്ന് എനെ അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റ് ഒക്കെ നമ്മൾ പൂരക ഗണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാണ്, അല്ലേ? 2 3 5 ഒഴിവാക്കിയാൽ മതി. 2 3 5, അപ്പോൾ 1 4 6. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ എങ്ങനെയാണ് എ അല്ലെങ്കിൽ ബി, എ സംഗമം ബി, എ വ്യത്യാസം ബി എന്നൊക്കെ വരുന്നത്. ഇത് ഏതെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കും, അപ്പോൾ നമ്മൾ അതിൻ്റെ സെറ്റ് താഴത്തുനിന്ന് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയൊക്കെ ആയിരിക്കും വരിക കേട്ടോ, അല്ല 4 കണ്ടുപിടിക്കാൻ പറഞ്ഞൊന്നും ഉണ്ടാവില്ല. ഇനി അടുത്തത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്, പരസ്പരം ഒഴിവാക്കപ്പെടുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ പരസ്പര കേവല സംഭവങ്ങൾ എന്ന് പറയും.
ഓക്കെ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്, അതാണ് ഇനി നമ്മളുടെ അടുത്ത ടോപ്പിക്. ഒരു സമചതുരക്കട്ട, ഒരു എക്സാമ്പിൾ കേട്ടോ, ഒരു സമചതുരക്കട്ട ഡൈ എറിയുന്ന പരീക്ഷണം പരിഗണിക്കുക. അതിന്റെ സാമ്പിൾ സ്പേസ് 1 2 3 4 5 6 ആണ്. എ എന്നത് ഇരട്ട സംഖ്യ ഈവൺ നമ്പർ കിട്ടുന്ന സംഭവം, ബി എന്നത് ഒറ്റ സംഖ്യ കിട്ടുന്ന സംഭവം. ഓക്കെ, ഒരു ഡൈ എറിയുമ്പോൾ ഒന്നെങ്കിൽ ഇരട്ട സംഖ്യ കിട്ടണം. ഇരട്ട സംഖ്യ കിട്ടിയാൽ പിന്നെ ഒറ്റ സംഖ്യ അവിടെ ഉണ്ടാവില്ലല്ലോ, ഇല്ല. ഇനി ഒറ്റ സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ ഇരട്ട സംഖ്യ കിട്ടൂല. അതായത് ഇപ്പോൾ നമുക്ക് ഒന്നാണ് കിട്ടുന്നതെങ്കിൽ ഒരു ഡൈ അല്ലേ എറിയുന്നുള്ളൂ, അപ്പൊ പിന്നെ ഈവൺ നമ്പർ കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, അപ്പൊ എയും ബിയും നമ്മൾ എഴുതുമ്പോൾ ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ 2 4 6, ബി എന്ന് പറയുമ്പോൾ ഒറ്റ സംഖ്യ 1 3 5. ഇതിലെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, 5 ആണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ ഓർത്താൽ മതി. എ ഇന്റർസെക്ഷൻ ബി 5 ആണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മളുടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്, പരസ്പരം ഒഴിവാക്കപ്പെടുന്ന സംഭവങ്ങൾ. ഓക്കെ, എയും ബിയും വ്യക്ത ഗണങ്ങളാണ്, അതായത് എ നടക്കുന്നത് ബി നടക്കുന്നതിനെ തടസ്സപ്പെടുത്തുകയും അതുപോലെ തിരിച്ചും. ഓക്കെ, എ നടക്കുന്നത് ബിനെ തടസ്സപ്പെടുത്തും. അതപ്പോ ഈവൺ നമ്പർ കിട്ടിയ ഓഡ് നമ്പർ കിട്ടൂല, ഓഡ് നമ്പർ കിട്ടിയ ഈവൺ നമ്പർ കിട്ടൂല, ഒരെണ്ണല്ലേ എറിയുന്നുള്ളൂ അല്ലെ. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പരസ്പരം ഒഴിവാക്കപ്പെടുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ പരസ്പര കേവല സംഭവങ്ങൾ എന്ന് പറയണമെങ്കിൽ ഒരു സംഭവം കേട്ടോ, ഒരു സംഭവം മറ്റേ സംഭവം നടക്കുന്നതിന് ഒഴിവാക്കണം. അതായത് ഈ രണ്ട് സംഭവങ്ങളും ഒരേ സമയം നടക്കില്ല, അത് ഓർത്താൽ മതി. ഇല്ലെങ്കിൽ ഇതാ എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കണം? 5 ആയിരിക്കണം. രണ്ടും ഒരേ സമയം നടക്കുക എന്ന് പറയുമ്പോൾ അവിടെ എ ഇന്റർസെക്ഷൻ ബി ഉണ്ടാവുമല്ലോ അല്ലെ. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു അല്ലെ, എ ഇന്റർസെക്ഷൻ ബി അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഓഡ് നമ്പറും പ്രൈം നമ്പറും ഓഡ് നമ്പറും വന്ന സമയത്ത് അല്ലെ, പ്രൈം നമ്പർ ഓഡ് നമ്പറും വന്ന സമയത്ത് നമ്മൾ ഇതിലെ പ്രൈം നമ്പർ ഏതൊക്കെയാ? 2 3 5. ഓഡ് നമ്പർ എടുത്ത സമയത്ത് ആരൊക്കെയാ? 1 3 5. ഇവിടെ കണ്ടോ എ ഇന്റർസെക്ഷൻ ബി ഉണ്ട്. ഓക്കെ, അത് പ്രൈം നമ്പർ കിട്ടിയാൽ അത് ഓഡ് നമ്പറും ആകും ചിലപ്പോൾ. പക്ഷെ ഇവിടെ പറയുന്നത് ഒരെണ്ണം കിട്ടിയാൽ പിന്നെ മറ്റത് ഉണ്ടാകാൻ പാടില്ല. എ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടാവില്ല? ബി ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? 5 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആണെങ്കിൽ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്നുണ്ടെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്നുണ്ടെങ്കിൽ, പരസ്പരം ഒഴിവാക്കപ്പെടുന്ന സംഭവങ്ങളാണെങ്കിൽ അതിന്റെ എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? 5 ആയിരിക്കും. ഒരു സാധ്യതാ ഗണത്തിന്റെ ലഘു സംഭവങ്ങൾ, സിമ്പിൾ ഇവന്റ് എല്ലായ്പ്പോഴും പരസ്പരം ഒഴിവാക്കപ്പെടുന്ന സംഭവങ്ങളായിരിക്കും, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും. സിമ്പിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ പോയിന്റ് ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഒരു സാധ്യതാ ഗണത്തിന്റെ ലഘു സംഭവങ്ങൾ ഒരു ഇവന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് എല്ലായ്പ്പോഴും പരസ്പരം ഒഴിവാക്കപ്പെടുന്ന സംഭവങ്ങളായിരിക്കും, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആയിരിക്കും. ഓക്കെ, ഇനി എക്സോസ്റ്റിക് ഇവന്റ്, സമഗ്ര സംഭവങ്ങൾ എന്ന് പറയുന്നത് E1 E2 എക്സെട്ര അപ് ടു EN. അതായത് അവിടെ എത്ര ഇവന്റുകൾ ഉണ്ടോ ഈ എല്ലാ ഇവന്റുകളുടെയും യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാമ്പിൾ സ്പേസ് കിട്ടണം. അതായത് ഒരു സമചതുരക്കട്ട എറിയുന്ന പരീക്ഷണം, ഇവിടെ നമ്മൾ സമചതുരക്കട്ടനെ എടുത്തുട്ടോ, 4ൽ കുറവായ ഒരു സംഖ്യ കിട്ടുന്നു. 4ൽ കുറവായ സംഖ്യ ഏതാ? 1 2 3. ഇതാ A 1 2 3. 2നേക്കാൾ കൂടുതലും 5നേക്കാൾ കുറവും, 2നേക്കാൾ കൂടുതൽ 2നേക്കാൾ ബി 4 മാത്രമേ എഴുതിയിട്ടുള്ളൂ അല്ലേ. 2നേക്കാൾ കൂടുതലാവണം, 5നേക്കാൾ കുറവാവണം. ഇവിടെ 4 മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരു 3 കൂടി ഉണ്ട്. ഒരു 3 4 അങ്ങനെ എടുക്കുക. ഇനി 4നേക്കാൾ കൂടുതലായ ഒരു സംഖ്യ 5 6. ഇനി ഇതിന്റെ യൂണിയൻ കാണുമ്പോൾ നോക്കിയേ, 1 2 3 3 ഒരിട്ട് എഴുതിയല്ലോ, 4 5 6. സാമ്പിൾ സ്പേസ് തന്നെ കിട്ടിയില്ലേ? സാമ്പിൾ സ്പേസിന്. അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന ഇവന്റുകളുടെ ഒക്കെ എന്ത് കാണാം? മറ്റേ യൂണിയൻ കാണുമ്പോൾ നമുക്ക് സാമ്പിൾ സ്പേസ് ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ മ്യൂച്വലി എന്താ പറയുക, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഒഴിവാക്കപ്പെടുന്നത്, ഇത് എക്സ്ഹോസ്റ്റീവ് ഇവന്റ് അഥവാ സമഗ്ര സംഭവങ്ങൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റും ഉണ്ട്, എക്സ്ഹോസ്റ്റിക് ഇവന്റും ഉണ്ട്, പരസ്പരം ഒഴിവാക്കപ്പെടുന്ന സംഭവങ്ങളുണ്ട്, സമഗ്ര സംഭവങ്ങളുണ്ട്. എ ഇന്റർസെക്ഷൻ ബി 5 ആണെന്നുണ്ടെങ്കിൽ അത് എക്സ്ക്ലൂസീവ് ഇവന്റ് ആണ്. എല്ലാത്തിന്റെ യൂണിയൻ എടുക്കുമ്പോൾ സാമ്പിൾ സ്പേസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സ്ഹോസ്റ്റീവ് ഇവന്റ് ആണ്. ഇനി രണ്ടും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, മ്യൂച്വലി എക്സ്ക്ലൂസീവും എക്സോസ്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അങ്ങനെയും പറയാം. അഥവാ നമുക്കൊരു
കുറച്ച് സാമ്പിൾ സ്പേസുകൾ തന്നിട്ട് അതിൻ്റെ യൂണിയൻ കണ്ടപ്പോൾ നമുക്ക് കുറച്ച് ഇവൻറ്റുകൾ തന്നിട്ട് അതിൻ്റെ യൂണിയൻ കണ്ടപ്പോൾ സാമ്പിൾ സ്പേസും കിട്ടി. അതിൽ ഓരോന്നിൻ്റെയും ഇൻ്റർസെക്ഷൻ, എല്ലാത്തിൻ്റെയും ഇൻ്റർസെക്ഷൻ എന്താണ്? 5 ആണ്. ഇൻ്റർസെക്ഷൻ എന്താണ്? 5 ആണ്. യൂണിയൻ കണ്ടപ്പോൾ സാമ്പിൾ സ്പേസും കിട്ടി. ഒരു ഇൻ്റർസെക്ഷനും അവിടെ എന്താ പറയുക, കോമൺ ആയിട്ടുള്ള നമ്പറുകളില്ല. എല്ലാ ഇൻ്റർസെക്ഷനുകളും 5 ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് എന്ന് പറയാൻ പറ്റും. പരസ്പരം ഒഴിവാക്കപ്പെടുന്ന സംഭവങ്ങളും സമഗ്ര സംഭവങ്ങളും ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, രണ്ടും കൂടി ഒന്നിച്ച് വരും, രണ്ടും ഒരേ സമയം നടക്കാൻ കേട്ടോ. ഇവിടെ എല്ലാ ഇവന്റിലും EI ഇന്റർസെക്ഷൻ EJ എന്നാണ്. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. EI ഇന്റർസെക്ഷൻ EJ ആണ്. ഏതെങ്കിലും രണ്ട് ഇവന്റുകൾ തമ്മിൽ വരാൻ പാടില്ല. ഒരു ഇവന്റുകൾ തമ്മിലും എന്തുണ്ടാകാൻ പാടില്ല? കോമൺ ആയിട്ട് ആളുണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു മ്യൂച്വലി എക്സ്ക്ലൂസീവും എക്സോസ്റ്റീവും. മറക്കരുത്, A ഇന്റർസെക്ഷൻ B 5 ആണെന്നുണ്ടെങ്കിൽ അത് എക്സ്ക്ലൂസീവ്. പിന്നെ എല്ലാത്തിന്റെ യൂണിയൻ കാണുമ്പോൾ അത് S സാമ്പിൾ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ എക്സോസ്റ്റീവ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2 dice are thrown and the sum of the numbers come up on the dice is noted. Let us consider the following event associated with this experiment. നമ്മളിവിടെ 2 ഡൈസ് ഒരേ സമയം ത്രോ ചെയ്യണം കേട്ടോ. 2 ഡൈസ് ഒരേ സമയം ത്രോ ചെയ്യണം. അപ്പം 4 ഇവൻറ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് പെയറാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓക്കെ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പെയർ ഏതാന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്താവണം? 5 ആവണം. അപ്പം ഞാനിവിടെ എയും ബിയും ഒക്കെ ഒന്ന് എടുക്കാനുണ്ട്. 2 ഡൈസ് നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. 2 ഡൈസ് എന്ന് പറയുമ്പോൾ 1 2 3 5 6 വരെയുള്ള 2 ആളുകൾ ഉണ്ടാവും. ഇനി ഇത് വെച്ചിട്ട് നമ്മളൊന്ന് പെയർ ചെയ്ത് നോക്കിയാൽ മതി. നോക്കിയേ, സമ്മ് ഈവൻ ആവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമ്മ് ഈവൻ ആണെന്നുണ്ടെങ്കിൽ നോക്കിയേ, ഒന്നും കൂട്ടിയാൽ 2. അങ്ങനെ ജസ്റ്റ് പെട്ടെന്നൊന്നും കൂട്ടിയാണ്ട് നമ്മളൊന്ന് എഴുതിയാൽ മതി. 1 കൂട്ടിയാൽ 2 ആണ്, 2 കൂട്ടിയാൽ 3 ആണ്, പറ്റൂല. 3 1 4, പിന്നെ 1 5 6 അല്ലേ, പിന്നെ 2 2 4, 2 4 6, 2 6 8. ഓക്കെ, ഓഡ് നമ്പറും ഈവൺ നമ്പർ എടുത്ത് ഇങ്ങനെ പോയാൽ മതി. അപ്പൊ നമുക്ക് ആ സമ്മ് കിട്ടും. പെട്ടെന്ന് ഇങ്ങനെ നോക്കി പോകണം കേട്ടോ. 2 എണ്ണം ഇങ്ങനെ എഴുതിയിട്ട് നോക്കിയാൽ 1 1 2, 1 2 3 ആണ്, പറ്റൂല. 1 3 4, 1 5 6, പിന്നെ 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 2 4, 2 4 6, 2 6 8 വരും. പിന്നെ 3 എടുക്കുകയാണെങ്കിൽ 3 1 4, 3 3 6, 3 5 8. 4 ആണെന്നുണ്ടെങ്കിൽ 4 2 6, 4 4 8, 4 6 4 6 10. 5 ആണെന്നുണ്ടെങ്കിൽ 5 1 6, 5 3 8, 5 5 10. 6 ആണെന്നുണ്ടെങ്കിൽ 6 2 8, 6 4 10, 6 6 12 കേട്ടോ. ഓഡ് നമ്പറുകളും ഈവൺ നമ്പറുകളും ഇങ്ങനെ എടുത്ത് പോയാൽ മതി. ഓക്കെ, ഇനി ബി നോക്കാം നമുക്ക്. ബി എന്താണ്? സമ്മ് ലെസ് ദാൻ 4, 4ൽ കുറവാകണം. 4ൽ കുറവാകുമ്പോൾ ഏതൊക്കെ വരിക? 1 1 വരും, 1 2 വരും, 1 3. 1 3 പറയുമ്പോൾ 4 ആയി അല്ലേ. 1 3 പറയുമ്പോൾ ദ സം ഈസ് ലെസ് ദാൻ 4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാ 1 5 ആണ് ഞാൻ ഇവിടെ എടുത്തുക്കണത് അല്ലേ. ഒരു മിനിറ്റ്. 1 1 2, 1 2 3. ബി, ഇത് സി ആണല്ലോ, സം ലെസ് ദാൻ 4 അല്ലേ. ബി ഇവിടെയാണ്. ദ സം ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോറി, ഞാൻ സി ആണ് ലെസ് ദാൻ 4, ബി ആണല്ലോ നമ്മളിപ്പോൾ എഴുതിയത്. ദ സം ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. സമ്മ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. 3ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെ നമുക്കറിയാലോ. 1 3 3 2 3 6 3 9. അപ്പോൾ നോക്കിക്കോ, 1 1 പറ്റൂല, 1 2, പിന്നെ 1 3 പറ്റില്ല, 1 4 പറ്റില്ല, പിന്നെ 1 5. 1 6ക്ക് പോവില്ല. 2 1 3 ആണ്, 2 2 4 ആണ്, പറ്റില്ല. 2 3 5 ആണ്, പറ്റില്ല. 2 4 6 ആണ്, അപ്പോൾ അത് പറ്റും. ഓക്കെ, 2 1 3, പിന്നെ 2 4, പിന്നെ 2ലുണ്ടോ? ഇല്ല. പിന്നെ 3 എടുക്കുമ്പോൾ 3 1 3 ആണ്, 3 2 5 ആണ്, പറ്റില്ല. 3 3 6 ആണ്, പറ്റും. 3 4 7 പറ്റില്ല. 3 5 8 പറ്റില്ല. 3 6 9 അത് പറ്റും. 3ലും 3 എണ്ണം വന്നു. 3 1 4, 3 1 4 ഇല്ല കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ, നമുക്ക് നോക്കുകയാണ്. പിന്നെ 3 1 4 ഇല്ല, 3 2 3 3. പിന്നെ 4 നോക്കുക. 4 4 1 5 വരില്ല. 4 2 6, അപ്പം 4 2 വരും. പിന്നെ 4 3 7 വരില്ല. 4 4 8 വരില്ല. 4 5 9 വരും. എല്ലാത്തിലും ഈ 2 എണ്ണം വെച്ചിട്ട് വരുന്നുണ്ട് അല്ലേ. പിന്നെ 5ലാണെന്നുണ്ടെങ്കിൽ 5 3 6, 5 4 9. പിന്നെ 6ലാണെന്നുണ്ടെങ്കിൽ 6 1 7 വരില്ല. 6 2 8 വരില്ല. 6 3 9, 6 4 10 വരില്ല. 6 5 11, 6 6 12. 3ന്റെ മൾട്ടിപ്പിൾസ് പെട്ടെന്ന് ഇങ്ങനെ എഴുതി പോകട്ടോ. പിന്നെ സി ആണെന്നുണ്ടെങ്കിലോ, ദ സമ്മ് ലെസ് ദാൻ 4. സമ്മ് ലെസ് ദാൻ 4 വരണം, 4ൽ കുറവ് വരണം. അപ്പോൾ 1 1 2 പറ്റും.
1ഉം 2ഉം 3 അതും പറ്റും. 1 3 4 ലെസ് ദാൻ 4 അല്ല, അപ്പം അത് പറ്റില്ല. ഇനി 2 1 3 അത് പറ്റും. 2 2 4 അത് പറ്റൂല. പിന്നെ ഇവിടുന്ന് ഒന്നും പറ്റൂല. നോക്കിയാൽ 3 1 4 പിന്നെ 4 1 5 5 1 6. അപ്പം പിന്നെ അത് കഴിഞ്ഞു. സി ഇത്രയേ ഉള്ളൂ. ഡി സം ഈസ് ഗ്രേറ്റർ ദാൻ 11. സം ഗ്രേറ്റർ ദാൻ 11 വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ പെട്ടെന്ന് നോക്കിയാ 5 5 10 5 6 11. ഇവിടൊക്കെ 4 എടുക്കുമ്പോൾ 4 6 10 4ന്റെ ഏറ്റവും വലിയ സംഖ്യ 4 6 ആണല്ലോ, അത് 10. ഗ്രേറ്റർ ദാൻ 11 വരണം, അപ്പോൾ അത് പറ്റില്ല. ഇനി 5ന്റെ ഏറ്റവും വലുത് വരുന്നത് 5ഉം 6ഉം 11. 5ക്ക് 6 കൂട്ടിയാൽ 11, അതും പറ്റില്ല. കാരണം എന്താ, അത് ഈക്വൽ ടു 11 ഗ്രേറ്റർ ദാൻ ഇല്ല. 6ൽ നോക്കുമ്പോൾ 6ഉം 6ഉം 12 അത് വരുന്നുണ്ട്. 6ഉം 5ഉം 11, അത് പറ്റില്ല. അപ്പോൾ ഇവിടെ ആകെ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, 6ഉം 6ഉം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ നോക്കിക്കോട്ടോ, ഇവിടെ 1 5 1 5. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി 5 അല്ല. ഈ എ ഇൻ്റർസെക്ഷൻ ബി സി നോക്കുമ്പോഴോ ഇതും 5 അല്ല. ഇതിലും കോമൺ ആയിട്ട് ഒരാളെങ്കിലും കിട്ടിയാൽ മതിയല്ലോ. ഇനി ബി ഇൻ്റർസെക്ഷൻ സി നോക്കുമ്പോൾ അതും 5 അല്ല. അപ്പം പിന്നെ ഇനി ആരെ മാത്രമേ ഉള്ളൂ, സി ഇൻ്റർസെക്ഷൻ ഡി ഉള്ളൂ. നോക്കിയാൽ സിയിലും ഡിയിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സിയിലും ഡിയിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടുത്തെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്ന ഇവൻ്റ് ഏതൊക്കെയാണ്? സിയും ഡിയും ആണ്. ഓക്കെ, അത് ഇവിടെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളാം. ആദ്യം എ ഇൻ്റർസെക്ഷൻ ബി, അത് നോട്ട് 5 ആണ്. നമ്മൾ പറഞ്ഞതാ ഇവിടെ 1 5 ഉണ്ട്, ഇവിടെ 1 5 ഉണ്ട്. പിന്നെ നോക്കുമ്പോൾ പിന്നെ ഉണ്ടാവുമല്ലോ, അതാ 3 3 ഉണ്ട്, 3 3 ഉണ്ട് അല്ലേ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി 5 അല്ല. ഇനി എ ഇൻ്റർസെക്ഷൻ സിയോ, അതും നമ്മൾ പറഞ്ഞതാ 1 1 1 1. അവിടെ തന്നെ പോയി, അവിടെ ഒരാൾ വന്നില്ലേ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ സിയും 5 അല്ല. പിന്നെ എ ഇൻ്റർസെക്ഷൻ ഡി, എ ഇൻ്റർസെക്ഷൻ ഡി എടുത്ത് നോക്കുമ്പോൾ 6 6, അതും 5 അല്ല. ഓക്കെ, പിന്നെ അപ്പോൾ എനെ ബിയും സിയും ഡിയും പറ്റില്ല കാരണം. ഇനി ബിയും സിയും നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ബിയും സി 1 2 1 2 പറ്റൂല. ബിയും ഡിയും നോക്കുകയാണെന്നുണ്ടെങ്കിലോ 6 6, അതും പറ്റില്ല. പിന്നെ ഇനി ആര് മാത്രമേ ഉള്ളൂ, സി ഇൻ്റർസെക്ഷൻ ഡി മാത്രമേ ഉള്ളൂ. ഇനി ആര് മാത്രമേ ഉള്ളൂ, സി ഇൻ്റർസെക്ഷൻ ഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നോക്കുമ്പോൾ അത് ഈക്വൽ ടു 5 ആണ്. സിയിലും ഡിയിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 1 1 6 6 മാത്രമേ ഉള്ളൂ ഡിയിൽ. അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? സിയും ഡിയും ആണ്. ഓക്കെ അല്ലേ. അപ്പം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആണ് ആരൊക്കെ? സിയും ഡിയും എന്ന് പറയുന്നത്. ഓക്കെ, 2 dice are thrown. 2 ഡൈസ് ത്രോ ചെയ്തു. ദ ഇവൻ്റ് എ ബി ആൻഡ് സി ആർ as follows. എയും ബിയും സിയും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ താഴെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, കുറച്ചധികം ഉണ്ട്. നമുക്ക് ഈ ഒരു ചോദ്യം കൂടി ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഇത് കാണുന്ന ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ വരുന്ന ഇവൻറ്റുകൾ അല്ലെങ്കിൽ അവിടെ വരുന്ന സാമ്പിൾ സ്പേസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, 1 1 1 2 1 3 1 4 1 5 1 6 എന്ന് പറഞ്ഞാണ്ട് 6 6 വരെയുള്ള സാമ്പിൾ സ്പേസുകൾ ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ നമ്മളുടെ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മളുടെ സ്പീഡൊന്ന്, നമ്മളുടെ പ്രോബ്ലം സ്കില്ലൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ എല്ലാം കൂടി ഒന്നും ചോദിക്കുന്നില്ല, ഏതെങ്കിലുമൊക്കെ ചോദിക്കുള്ളൂ. ഓക്കെ, പെട്ടെന്ന് ഉത്തരം ചെയ്താൽ നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. എ എന്ന് പറയുന്നത് ഗെറ്റിംഗ് ആൻ ഈവൺ നമ്പർ ഓൺ ദ ഫസ്റ്റ് ഡൈ. ആദ്യത്തെ ഡൈയിൽ അഥവാ ആദ്യത്തെ നമ്പർ ഈവൺ നമ്പർ ആവാനുള്ള ചാൻസ് ആണ് എ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് എ കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ആദ്യത്തെ ഈവൺ നമ്പർ ആവാനാണ് എ എങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കണം. ആദ്യത്തത് എന്താവാൻ പാടില്ല? ഈവൺ നമ്പർ ആവാൻ പാടില്ല. അപ്പൊ ആദ്യത്തെ ഓഡ് നമ്പർ ആവണം എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ആദ്യത്തെ ഓഡ് നമ്പർ വരുന്നത് നോക്കിയതാ. ഇവിടെ ഞാൻ കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്. 1 1 1 2 1 3 1 4 1 5 1 6. ഇത് ഓഡ് നമ്പർ ആണ്. പിന്നെ 3 1 3 2 3 3 3 4 3 5 3 6 5 1 5 2 5 3 5 4 5 5 5 6. ഓക്കെ, ഇത് ആദ്യത്തെ ഓഡ് നമ്പറുകളല്ലേ അല്ലേ. നമ്മളോട് എയുടെ കോംപ്ലിമെന്റ് ആണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. എ എന്ന് പറയുന്നത് ആദ്യത്തെ ഈവൺ നമ്പർ ആവണം. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ എന്തായാൽ മതി? ഓഡ് നമ്പർ ആയാൽ മതി. ഇനി അടുത്ത് ബി, നോട്ട് ബി എന്നാണ് പറയുന്നത്. അവിടെയും ബി കോംപ്ലിമെന്റ് ആണ് നമുക്ക് വേണ്ടി. ബി എന്താ? ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ ഓൺ ദ ഫസ്റ്റ് ഓഡ് നമ്പർ ആവുന്നതാണ് എന്ത്? ബി എന്ന് പറയുന്നത്. അപ്പൊ ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഈവൺ നമ്പർ ആയാൽ മതി. അപ്പൊ 2 1 2 2 2 3 2 4 2 5 2 6 4 1 4 2 4 3 4 4 4 5 4 6 6 1 6 2 6 3 6 4 6 5 6 6. അതുമായി. അടുത്തത് എ ഓർ ബി, എ അല്ലെങ്കിൽ ബി എന്നാണ് പറയുന്നത്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെറ്റിംഗ് ആൻ ഈവൺ നമ്പർ ഓൺ ദ ഫസ്റ്റ് ഡൈ. ആദ്യത്തേൽ എ ഓർ ബി ആണ് എ യൂണിയൻ ബി.
കേട്ടോ. അത് എസ് ആണ്. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. അത് എസ്. എങ്ങനെ ഇത് എസ് വന്നു എന്നുള്ളത് നോക്കിക്കോട്ടോ. എ യൂണിയൻ ബി, എ അല്ലെങ്കിൽ ബി എന്നാണ് പറയുന്നത്. എ എന്താണ്? ഗെറ്റിംഗ് ആൻ ഈവൺ നമ്പർ ഓൺ ദ ഫസ്റ്റ് ടൈം. ആദ്യത്തേൽ ഈവൺ നമ്പർ കിട്ടണം. അപ്പൊ ദാ ഈ വരികളാണ് വരിക, ആദ്യത്തേൽ ഈവൺ നമ്പർ. ബി എന്ന് പറഞ്ഞാലോ ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ ഓൺ ദ ഫസ്റ്റ് ടൈം. നോക്കിയാ ഫസ്റ്റത്തേൽ ഓഡ് വരണം. അത് ഇതാണ്. ഇപ്പൊ എല്ലാ സാമ്പിൾ സ്പേസും അതിൽ നോക്കിയാ മനസ്സിലായോ? എ എന്ന് പറഞ്ഞാൽ ആദ്യത്തത് ഈവൺ നമ്പർ ആവണം, ബി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓഡ് ആവണം. അപ്പൊ കംപ്ലീറ്റ് ആയില്ലേ? അതാണ് എ യൂണിയൻ ബി ഈക്വൽ ടു എസ് എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. അടുത്ത ഡി, എ ആൻഡ് ബി സംഘമാണ്, അപ്പൊ ഇന്റർസെക്ഷൻ ആണ്. ഓക്കെ, രണ്ടും 5 ആണ് വരിക. ഇനി അതെങ്ങനെ 5 വന്നുള്ളൂ നോക്കിക്കോ. എ എന്ന് പറയുന്നത് ആദ്യത്തത് ഈവൺ നമ്പർ വരണം. അപ്പൊ 2ന്റെയും 4ന്റെയും 6ന്റെയും വരികളാണ്. ഇനി ബി എന്ന് പറയുന്നത് ഓഡ് നമ്പർ വരണതാ. 1ന്റെയും 3ന്റെയും 5ന്റെയും. നോക്കി, ഞാൻ ഈ മാർക്ക് ചെയ്ത 2 കളറുകൾ കണ്ടോ നിങ്ങൾ? രണ്ടാമത്തെ വരിയിൽ റെഡ് ആണ്, 4ാമത്തെ വരിയിൽ റെഡ്, 6ാമത്തെ വരിയിൽ റെഡ്. ഇതിൽ ഏതെങ്കിലും ലൈനുകൾ ഒന്നിച്ചു വന്നോ? ഇല്ലല്ലോ. ഫസ്റ്റത്തത് ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തത് ഓഡ് നമ്പർ ആണ് അല്ലേ? അപ്പൊ ഫസ്റ്റത്തെ സെക്ഷനിൽ ആരും മാത്രമേ ഉണ്ടാവുള്ളൂ? ഫസ്റ്റത്തത് ഈവൺ നമ്പർ ആയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ ബിയിൽ ആരേ ഉണ്ടാവുള്ളൂ? ഫസ്റ്റത്തത് ഓഡ് നമ്പർ ആയിട്ടുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടാവോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് എ ഇന്റർസെക്ഷൻ ബി എന്താന്ന് പറഞ്ഞത്? 5 ആണെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി 5 ആണ്, എ യൂണിയൻ ബി എസ് ആണെന്നും കിട്ടിയതിൽ അല്ലേ? ഇനി എ ബട്ട് നോട്ട് സി, എ വ്യത്യാസം സി. എന്ന് സി പോണം, അത്രേ ഉള്ളൂ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റത്തത് ഈവൺ നമ്പർ ആവണം. ആ സെറ്റുകൾ ഞാൻ ഇവിടെ എഴുതി. ഇനി സി എന്ന് പറഞ്ഞാൽ എന്താ? ഗെറ്റിംഗ് ദ സം ഓഫ് ദ നമ്പർ ലെസ് ദാൻ ഓൺ ദ നമ്പേഴ്സ് ഓൺ ദ ഡൈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. സമ്മ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആവണം. കൂട്ടുമ്പോൾ 5ൽ താഴെ വരുന്ന ഏതൊക്കെയാ? 1 1 2 ആണ്, 2 1 3 ആണ്, 3 1 4, 4 1 5. 5 വരെ പോകാം. 2 1 3, 2 2 4, 3 2 5, 3 1 4, 3 2 5, 4 1 5. ഈ നമ്പറുകളാണ് വരുന്നത്. ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ എ ബട്ട് നോട്ട് സി, എ വ്യത്യാസം സി ആണ്. എന്ന് സീനെ അങ്ങോട്ട് മാറ്റിയാൽ മതി. നോക്കിയാ ആദ്യം ഈവൺ നമ്പറുകൾ വരുന്ന നോക്കിയാൽ 2 1 പോണം, പിന്നെ 2 2 പോണം, 2 3 പോണം. ഇനി 3ൽ 1 അതിലില്ല, 4 1 പോണം. ബാക്കി വരുന്നതാണ് നമ്മുടെ എ മൈനസ് സി എന്ന് പറയുന്നത്. 2 4, 2 5, 2 6, പിന്നെ 4 2, 4 3, 4 4, 4 5, 4 6, 6 1, 6 2, 6 3, 6 4, 6 5, 6 6. ഓക്കെ. അടുത്ത് ബി ഓർ സി, ബിയോ അല്ലെങ്കിൽ സിയോ. അപ്പൊ ബി ഞാൻ ഇവിടെ കൊടുത്തു. ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ ഓൺ ദ ഫസ്റ്റ് ഡൈ, ഫസ്റ്റത്തേൽ ഓഡ് കിട്ടുന്നത്, അത് നമ്മൾ എഴുതിയതാണ്. ഇനി സി എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മ് കിട്ടുന്നത്, അതും നമ്മൾ നേരത്തെ എടുത്ത അതേ നമ്പറുകൾ തന്നെ. ഓർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ എന്നാണ്. അപ്പൊ ഇവിടുത്തെ യൂണിയൻ ആണ് നമുക്ക് വേണ്ടത്. ഇതിലിതാ 1 1, 1 2, 1 3, 1 4, പിന്നെ 2ലില്ല, 3 1, 3 2. ഇതാണ് ഇതിന്റെ യൂണിയൻ വരുന്നത്. സോറി, ഇത് ഇന്റർസെക്ഷൻ ആണല്ലോ ഞാൻ എടുത്തത് അല്ലേ? യൂണിയൻ ആണ് വരുന്നത്. യൂണിയൻ ആകുമ്പോൾ 1 മുതൽ 6 വരെ പോവും. അപ്പൊ ഇത് ഇവിടെ പെട്ടു കേട്ടോ. ഇത് ഇതിൽ ഫസ്റ്റത്തിൽ പെട്ടു. പിന്നെ ഇതിന്റെ കൂട്ടത്തേക്ക് ആരും കൂടിയും വരും. 2 1, 2 2, 2 3 വരും. പിന്നെ 3 തൊട്ട് ഫുള്ള് പോവും. അതിന്റെ കൂട്ടത്തേക്ക് ആരും കൂടിയും വരും. 4 1 കൂടിയും വരും. അപ്പോഴാണ് യൂണിയൻ. യൂണിയൻ എന്ന് പറഞ്ഞാൽ രണ്ടിനെയും കമ്പൈൻ ചെയ്ത് എഴുതണാണല്ലോ. ഇത് കണ്ടോ? 1 1 1 2 1 3 1 4 1 5 1 6, പിന്നെ 2 1 2 2 2 3 വരും. 2 3 വരെ ഉള്ളൂ. പിന്നെ ആര് വരിക? 3 1 3 2 3 3 3 4 3 5 3 6. പിന്നെ ആര് വരും? 4 1 വരും. പിന്നെ ബാക്കി 5 1 5 2 5 3 5 4 5 5 5 6. ഓക്കെ. അടുത്ത് ജി, ബി ആൻഡ് സി, ബി ഇന്റർസെക്ഷൻ സി എന്നാണ് പറയുന്നത്. ബിയും സിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ബി ഓഡ് നമ്പർ വരുന്ന എഴുതി. സീതാ ഇതിൽ ഇന്റർസെക്ഷൻ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആരൊക്കെയാ? 1 1 1 2 1 3 1 4. പിന്നെ 2ലില്ല, 2ൽ അവിടെ ഇല്ല. പിന്നെ 3ൽ 3 1 3 2 3 2 വരെ ഉള്ളൂ. 5ലില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ബി ഇന്റർസെക്ഷൻ സി. ഇതാ 1 1 1 2 1 3 1 4, പിന്നെ 3 1 3 2. ഇന്റർസെക്ഷൻ രണ്ടിലും ഒരേപോലെ വരുന്നതിനെയാണ് നമ്മൾ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്, സംഗമം. ഓക്കെ. ലാസ്റ്റ് വൺ, എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്. ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതുന്നുണ്ട്, നോക്കിക്കോട്ടോ. ബി കോംപ്ലിമെന്റ്, ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ ഓൺ ദ ഫസ്റ്റ് ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആദ്യത്തെ ഡൈയില് എന്ത് കിട്ടണം? അത് ഒരു മിനിറ്റ്. ആദ്യത്തെ ഇതില് ആദ്യത്തെ നമ്പർ ഓഡ് നമ്പർ കിട്ടുന്നതാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്പർ എന്ത് കിട്ടിയാൽ മതി? ഈവൺ നമ്പർ കിട്ടിയാൽ മതി. അത് എ അല്ലേ? അപ്പോൾ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ ആണ്. ഇനി ഇതിനെ ഞാൻ ഇങ്ങനെ മാറ്റിയത് എ ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ്. എന്താ എ ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ തന്നെയാണ്. അപ്പോൾ എ ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ് എന്നായി. ഓക്കെ, ഇനി അത് നോക്കിയാൽ മതി. നമ്മൾ എ എന്ന് പറയുന്നത് എന്താണ്? ഈവൺ നമ്പർ ഫസ്റ്റ്. ഇനി സി കോംപ്ലിമെന്റ്, സി എന്ന് പറഞ്ഞാൽ എന്താ? ഡൈലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കിട്ടുന്നത്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കിട്ടാത്തതൊക്കെ ആരാണ്? സി കോംപ്ലിമെന്റ് ആണ്. നമ്മൾ നേരത്തെ എടുത്ത സെറ്റിന്റെ അതേ ഓപ്പോസിറ്റ്. ഇനി ഇതിന്റെ ഇന്റർസെക്ഷൻ എഴുതിയാൽ മതി. ഇതിന്റെ ഇന്റർസെക്ഷൻ പറയുമ്പോൾ ഇതിൽ ഒരേപോലെ വരുന്ന ഏതൊക്കെയാ? 2 1 ഇല്ല, 2 4 തൊട്ട് വരും. 2 4 2 5 2 6. പിന്നെ 4ലാണ് വരുന്നതെങ്കിൽ 4 2 4 2 4 3 4 4 4 5 4 6. പിന്നെ 6ലാണെന്നുണ്ടെങ്കിൽ 6 1 തൊട്ട് 6 വരെ വരുന്ന 2 4 2 5 2 6. 4ലാണെന്നുണ്ടെങ്കിൽ 4 2 തൊട്ട് 4 2 4 3 4 4. പിന്നെ 4 5 4 6. 6ൽ കംപ്ലീറ്റും വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ ചെയ്ത കാര്യം ശ്രദ്ധിച്ചോണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയാണ്ട് ബി കോംപ്ലിമെന്റ് കാണണം, എന്നിട്ട് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കാണണം, അതിനുശേഷം അതേ ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ് കാണണം. ഓക്കെ, ഇവിടെ നമ്മൾ പെട്ടെന്ന് ചെയ്ത് എങ്ങനെയാ? ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്. കാരണം ബി എന്ന് പറയുന്നത് ഓഡ് നമ്പർ കിട്ടുന്നതാണ്. ബി എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പർ കിട്ടുന്നതാണ്. അപ്പോൾ ഓഡ് നമ്പർ കിട്ടാത്തത് പറയുമ്പോൾ എന്തായിരിക്കും? ഈവൺ നമ്പർ. അത് എ ആണ്. അപ്പോൾ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ ആയി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എ ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് എ തന്നെയാണ്. അപ്പോൾ എ ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ് ആയി. അപ്പോൾ എയും എഴുതി, സിന്റെ കോംപ്ലിമെന്റ് എഴുതി, അതിന്റെ ഇന്റർസെക്ഷൻ എഴുതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് നോക്കിയത്. മ്യൂച്വലി എക്സ്ക്ലൂസീവും എക്സോസ്റ്റീവും നോക്കുക. അതേപോലെ തന്നെ ഇന്റർസെക്ഷനും കോംപ്ലിമെന്റും വരുന്ന കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്താ 2-3 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയണമല്ലോ. ഇതൊക്കെ നമ്മളുടെ സിലബസിൽ വരുന്ന സാധനങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ സൂൺ. ബൈ ബൈ.